ട്രഡീഷണൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ നാട്ടിലെ പരമ്പരാഗതം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കച്ചവടമാണ്. ഈ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്റെ അമ്മക്ക് വന്ന ഇപ്പോ നാട്ടിൽ വ്യാപകമായിട്ട് അറിഞ്ഞു വരുന്ന ഒരു ക്രിട്ടിക്കൽ രോഗമായ ക്യാൻസർ എന്ന ആ രോഗമാണ് എന്നെ ഇതിലേക്ക് ഇത്രയും കൂടുതൽ ആകർഷിക്കാനുള്ള കാരണം ഞാൻ എന്റെ നാട്ടില് എന്റെ അച്ഛന്റെ കൂടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മക്ക് ആ രോഗം വന്നതിന് ശേഷം ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. അതിനെപ്പറ്റി എനിക്ക് ഫസ്റ്റ് മനസ്സിലായി തന്നത് നമ്മുടെ അശോക് സാറാണ്. അശോക് സാർ എന്റെ അമ്മയുടെ ജ്യേഷ്ഠയുടെ മകനാണ്. അയാൾ ഇതിനെപ്പറ്റിയൊക്കെ കുറെ എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അമ്മക്ക് റേഡിയേറ്റ് കീമൊക്കെ ചെയ്തിരിക്കുന്നതല്ലേ, അമ്മേന്റെ ക്യാൻസർ 4ാം സ്റ്റേജിലല്ലേ, 5ാം സ്റ്റേജ് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് ഇല്ലല്ലോ എന്നൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു അതാണ് ശരിയാണ്, അമ്മ കയറി വന്നാൽ 4, 5, 6 മാസമാണ് കയറി വന്നാൽ നിൽക്കുന്ന ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം സാധനങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനാവുമെന്ന് ഒരു ഭയം ഉണ്ടായി. പക്ഷെങ്കിൽ അവര് പറഞ്ഞ് ജ്യേഷ്ഠനല്ലേ എന്ന രീതിയിൽ പറഞ്ഞ്, അതായത് ഈ സജി സാറെ രാജേഷ് സാറെ ഒക്കെ എനിക്ക് ഒരു ബന്ധവുമില്ല, എന്നുവെച്ചാൽ കണ്ടിട്ട് പോലും ഇല്ല. അയാൾ 2 ആളെയും കൂട്ടിയിട്ടാണ് അച്ചോട്ട് എന്റെ വീട്ടിലേക്ക് വരുന്നത്. എന്റെ വീട്ടിൽ വന്ന് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന് ഒരു 3 മണിക്കൂറിന്റെ അടുത്ത് എന്റെ വീട്ടിൽ അവർ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് നമുക്ക് അവര് പറഞ്ഞ പ്രൊഡക്റ്റായ കച്ചവടത്തിലുള്ള രീതിയിലെല്ലാം ഞാൻ അതിലേക്ക് വന്നത്. കച്ചവടം എനിക്ക് വെച്ചാൽ നാട്ടിൽ കച്ചവടം ഉള്ളത് കൊണ്ടും, അത് മാത്രമല്ല എന്റെ കച്ചവടം എന്ന് പറയുന്നത് വെച്ചാൽ നാട്ടിലെ കച്ചവടം, പിന്നെ 2 സ്കൂളുകൾക്ക് പാല്, പച്ചക്കറി, ധാന്യങ്ങള് ഇതൊക്കെ എത്തിക്കുന്ന ഒരു കച്ചവടമായിരുന്നുണ്ട്. അതൊക്കെ എത്തിക്കുന്ന ആ കച്ചവടത്തിൽ നടക്കുമ്പോഴാണ് നമുക്ക് റേഡിയേറ്റിംഗ് ഓഫ് ചെയ്തിട്ട് സോഡിയം കുറഞ്ഞു പോകുന്ന പ്രശ്നവും, എന്ത് ഭക്ഷണം അമ്മ കഴിച്ചാലും അത് സ്പോട്ടിൽ ഛർദ്ദിക്കുന്ന ബന്ധപ്പെട്ട അസ്ഥിര ക്രിട്ടിക്കലേ. അതിനുശേഷം നമ്മൾ എന്താക്കി, അന്ന് രാത്രി തന്നെ അവർക്ക് ഞാൻ പറഞ്ഞു, എന്തായാലും കച്ചവടം തന്നെ നിങ്ങൾ നോക്കണ്ട, കച്ചവടം എനിക്ക് നാട്ടിൽ നല്ല കച്ചവടം ഉണ്ട്. നമ്മൾ പൊതുവെ ഒരു കച്ചവടക്കാർ പിന്നെ വേറൊരു കച്ചവടത്തെ പറ്റി പറയുമ്പോൾ അത് അങ്ങനെ അംഗീകരിക്കില്ല. എനിക്ക് നല്ല കച്ചവടം ഉണ്ടാവും അന്നത്തെ. അതിനുശേഷം അമ്മക്ക് വേണ്ട പ്രൊഡക്റ്റ് നിങ്ങൾ പറഞ്ഞിട്ട് ആ പ്രൊഡക്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്, മേടിക്കുന്നത്. അത് പിന്നെ ഈ 13, 14 ഇത് ബെറി സത്താണ്, അങ്ങനെ കുറെ അതിനെ പറ്റി വർണ്ണിച്ചു. കൂട്ടല്ലേ സത്തല്ലേ, പ്രശ്നമൊന്നും ഇല്ലാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഒരു 3 ബോക്സോളം അതും ബാക്കി കുറച്ച് പേസ്റ്റും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കുറച്ച് ലേഖങ്ങളും കാര്യമൊക്കെ എനിക്ക് വേണ്ടി സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി അന്ന് പർച്ചേസ് ചെയ്തു. അതിന്റെ ആ സ്പോട്ടിൽ അന്ന് തന്നെ ഞാൻ സജ്ജിത്താത്തു എന്റെ ജ്യേഷ്ഠനായിട്ടും കയ്യിൽ ഒരു 15,000 രൂപ എടുത്തു കൊടുത്തു. അന്ന് ഇവർക്ക് എന്തെല്ലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ആഴ്ചക്ക് 2-10 അങ്ങനെ ഇങ്ങനെ ആഴ്ചക്ക് ഇത്തിരി കിട്ടു, പിന്നെ ഇത്തിരി വരുന്നുണ്ട്. അതൊന്നും ഞാൻ എന്റെ ചേട്ടിൽ എടുത്ത് ഇപ്പുറത്ത് തള്ളി കാണിച്ചിട്ട് ഈ പ്രൊഡക്റ്റിന് മാത്രം ഞാൻ അവൈലബിൾ. പിന്നെ ഒരു മാസം എന്നല്ല, ഒരു 10-15 ദിവസം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഛർദിയിൽ ചെറിയൊരു മാറ്റം, ആ സ്പോട്ടിൽ കഴിക്കുമ്പോൾ ഛർദിക്കില്ല. ഞങ്ങൾക്ക് എന്താക്കി, ഞങ്ങൾ കൂടുതൽ മെല്ലെ ഇത് ആകർഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു മാസം കൊടുത്തപ്പോൾ നല്ല രീതിയിൽ എന്താക്കി അമ്മ നല്ല ഒരു ഭക്ഷണമൊക്കെ മെല്ലെ അമ്മ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലത്തെ ഭക്ഷണം മെല്ലെ എടുക്കാൻ. പിന്നെ ഒരു 3 മാസം കൊണ്ട് നല്ല പക്കാ ക്ലിയർ. എന്നുവെച്ചാൽ ഇപ്പോ നാട്ടിൽ വ്യാപകമായിട്ടുള്ള രോഗമാണ് ഈ ക്യാൻസർ. ഇതിനൊക്കെ പ്രൊഡക്റ്റാണ് ചൈനീസ് എന്നുള്ള ഞാൻ തിരിച്ചറിയുന്നു. ആ 95 മാത്രം കൊടുത്തിട്ടില്ല, സ്പൈനലാ കൊടുത്തില്ലേ നമ്മളെ. പിന്നെ നമ്മൾ പറയുന്നില്ലേ, ഒരുപാട് ഫുഡ് കഴിച്ച ശരീരത്തിൽ പറയും, അതൊക്കെ ആ സ്പൈനലാ കൊണ്ടുവന്ന് എന്താക്കി എഴുതി കൊടുത്തു. പിന്നെ മെല്ലെ എന്റെ ലേഖം വെച്ചു. ഈ ലേഖം എന്റെ മകൾക്ക് പിന്നെ ഈ മേലൊക്കെ കലയുണ്ടായി. മേലൊക്കെ ഓളെ കുറ്റിയാടി ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന സമയത്ത് ഒരു മരുന്ന് കയറ്റി. ഈ മരുന്നിന്റെ പവർ കൊണ്ട് എന്താക്കിയിട്ട് മരുന്നിന്റെ ഡോസ് കൂടി എന്തോ പോയതാണ്. അങ്ങനെ എന്താക്കി എന്റെ മോള് നല്ലവണ്ണം ഒരു പഴുത്തൊരു കട്ടിലായിരുന്നു. അങ്ങനെ കുറ്റിയാടി ഹോസ്പിറ്റലിൽ 2 പ്രസവിച്ചുടനെ 2 ആഴ്ച കൊണ്ട് അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എന്റെ മകളെ മാറ്റി. ഒരു 1.5 മാസത്തിന്റെ അടുത്ത് മെഡിക്കൽ കോളേജിൽ നിന്നും. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷമാണ് എന്താക്കുന്നത് വെച്ച് കഴിഞ്ഞാല് പിന്നെ മകളെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇങ്ങനെ വീട്ടിലേക്ക്. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബൽരാജ് ഡോക്ടറെ ഒരു ചികിത്സ നടത്തി ആ പകുപ്പ് പോകണമെങ്കിൽ ഒക്കെ കലമേലുണ്ടായി. ആ കലക്കൊക്കെ നമ്മളെ ലേഖവും കാര്യം കൊടുത്ത് എന്താക്കി നല്ല രീതിയിൽ എന്താക്കി അതൊക്കെ മാറ്റി. അങ്ങനെയാണ് ആ ലേഖം ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നത്. പിന്നീട് ആദ്യം ഒരു ലേഖം മതി, അതിന് ഭയങ്കര റേറ്റാന്നൊക്കെ പറഞ്ഞാണ്. പിന്നെ ഞാൻ ഇതൊക്കെ ഏറ്റെടുത്ത് അമ്മേന്റെ അസുഖത്തിന് ശേഷം നല്ല രീതിയിൽ കച്ചവടം എടുത്തിട്ട്
ഷോപ്പുകളെല്ലാം നമുക്ക് മെല്ലെ പൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മനക്കരുത്തുണ്ടായി. അങ്ങനെ ചെറിയ ചെറിയ ഞാൻ എന്താക്കി വെച്ചാൽ എന്റെ ഷോപ്പുകളിലേക്കുള്ള സാധനങ്ങളൊക്കെ ഗണ്യമായി കുറച്ച് സ്കൂളുകളിലും കച്ചവടങ്ങളിൽ ഞാൻ പാലും മുട്ട പച്ചക്കറിയൊക്കെ ഞാൻ പുലർച്ചെ അങ്ങാടി പോയിട്ട് എടുക്കാനായിരുന്നു. അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കി വെച്ചാൽ വേറെ ആളുകളെയും പിന്നെ എന്റെ ഷോപ്പ് കൂട്ടിയിട്ടുണ്ടാക്കി ഞാൻ ഈ ഇരിപ്പങ്ങളിൽ ഷോപ്പ് അതിനുശേഷമാണ്